ജാമ്യ ഇർഫാന്റെ സംഭവം പറയുമ്പോൾ ചേർന്ന് ഞാൻ പറയുകയാണ്. മഹാനായ മൗലാന്റെ അടുക്കൽ ഒരു സുമുഖനായ, ഇസ്തിരി പോലും ചുളിയാത്ത തൂവള്ള വസ്ത്രധാരിയായ ഒരു മുതലാളി കടന്നു വരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവമാണത്. മുതലാളി കടന്നു വരുന്നു. മഹാനായ മൗലാന്റെ മുമ്പിൽ അന്നൊരു ആലിമുണ്ട്, പേര് ഞാൻ പറയുന്നില്ല, ഒരു ആലിമുണ്ട്. ഒരു ആലിമുമായി മഹാനായ മൗല സംസാരിക്കുന്നു. അയാൾക്ക് വേണ്ട അമല് കൊടുക്കുന്നു. അമല് കൊടുത്തിട്ട് അയാളോട് പറഞ്ഞു, ഈ ഒരു അമൽ നീ ഒരു വട്ടം ഒന്നൊന്ന് അവിടെ മാറി ഇരുന്നു കൊണ്ട് ചൊല്ലണം. രണ്ടാമത് ഈ മുതലാളിയാണ് കടന്നു പോകുന്നത്. സമയം ഏറെയൊന്നായിട്ടില്ല, രാവിലെ പ്രഭാത സമയമാണ്. 7:45 സമയമാണ്. 7:45 സമയത്ത് പ്രമുഖനായ വ്യക്തി പോയിക്കൊണ്ട് മലാനായ മൗലയെ കാണുമ്പോ മൗലാന്റെ മുമ്പിലേക്ക് കൈ നീട്ടിയപ്പോ മൗല കൈ കൊടുത്തിട്ടില്ല. അയാളോട് കുറെ സമയം നോക്കിയിട്ട് അയാളോട് പറയാണ്, നീ ആ കുടുംബത്തോട് പൊരുത്തപ്പെടിച്ചിട്ട് എല്ലാം തുറഞ്ഞു പറഞ്ഞ് എല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. എല്ലാം ഏറ്റു പറയണം. ഒന്നും അയാൾ അറിയില്ല, ഇങ്ങനെ ചിന്തിച്ചു നിൽക്കുകയാണ്. ഞാനൊന്നും അറിഞ്ഞിട്ടൊന്നും ചെയ്തിട്ടില്ല. അയാൾ പറയാണ്, മൗല പറയുന്നു നീ ചെയ്തിട്ടുണ്ട്. അയാളൊന്നിട്ടും അത് സമ്മതിക്കുന്നില്ല. അവസാനം മൗല പറയുന്നു, ഇന്നാലെന്ന കുടുംബത്തിൽപ്പെട്ട പ്രായമുള്ള ഒരാളെ സമ്പത്തിന് വേണ്ടി നീ കൊല ചെയ്തിട്ടുണ്ട്. സമ്പത്തിന് വേണ്ടി നീ ഒരാളെ കൊല ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്തിട്ടില്ല. മറ്റൊരാളുടെ ദേഷ്യത്തിൽ അതിന് കാരണമുണ്ട്, വല്ല കാരണമുണ്ടോ എന്ന് ചോദിക്കാൻ. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത്, മൗല എന്നോട് പറഞ്ഞ വിഷയം മൗല തുറന്നു പറഞ്ഞതാണ്. ഞാൻ എൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരാളുടെ പ്രശ്നം തീർക്കാൻ അയാളെ മുമ്പിൽ വെച്ചാൽ പ്രശ്നമൊട്ട് തീരൂല്ല. അയാൾ ഇല്ലാതായാൽ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി അയാളെ കൊല ചെയ്യാൻ ഞാൻ കൊട്ടേഷൻ കൊടുത്തിരുന്നു. അത് പൊരുത്തപ്പെടിക്കാനാ മൗല എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ കാണുന്ന പ്രകാശമുള്ളത്, പ്രകാശത്തിനെ ഹൃദയത്തിലേക്ക് കയറാൻ കഴിയുള്ളൂ. പ്രകാശങ്ങൾക്ക് ഹൃദയത്തെ ശുദ്ധമാക്കാൻ കഴിയുള്ളൂ. ആ പ്രകാശമാണ് അഭിമന്യനായ മൗലാതങ്ങൾ. ചപ്പാരപ്പടവിലുള്ളപ്പോൾ ഹറമിൽ പോവൻ ഞാൻ ഓർക്കുകയാണ്. ആദ്യമായി മഹാനായ മൗല ഉംറക്ക് പറഞ്ഞു വെച്ചൊരു കാലഘട്ടം. ഉംറ കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഒമാൻ എയറിലാണ് നമ്മുടെ സഞ്ചാരം. ഒമാൻ എയർപോർട്ടിലേക്ക് എത്തി. ഒമാൻ എയറിൽ തന്നെ അതിൽ നിന്ന് വീണ്ടും കയറുകയാണ്. പ്ലെയിൻ പൊങ്ങി, ഉയരത്തിൽ പൊങ്ങിയിട്ട് ആ പ്ലെയിൻ എയർപോർട്ട് വിട്ട് എവിടേക്കും പോകുന്നില്ല. അവിടുന്ന് ചുറ്റിക്കറങ്ങൺ. സംഭവം അറിയില്ല. ഫ്ലൈറ്റിനുള്ളിലാണെങ്കിൽ അതിശക്തമായ താപം, അതിശക്തമായ ചൂട്. ആ ചൂട് താങ്ങാൻ കഴിയാതെ നമ്മളെല്ലാവരും ഭയഭീകുലരാണ്. പേടിച്ചരണ്ട് നിൽക്കുമ്പോ ഞാനും എൻ്റെ കൂടെയുണ്ടായിരുന്ന അമീർ ഉസ്താദും തമ്മിൽ ഡിസ്കസ് ചെയ്യുകയും, മഹാനായ മൗലാന്റെ പേരിൽ യാസീനോദരല്ലാതെ വേറെ വഴിയില്ല. ഒരൽപ്പം കൂടി പ്ലെയിന് മേലോട്ട് പൊങ്ങിയാൽ താപം താങ്ങാൻ കഴിയാതെ ഫ്ലൈറ്റ് മുഴുവനും കത്തി ചാമ്പലാകുമായിരുന്നു. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകാനോ താഴേക്കിറങ്ങാനുള്ള സിഗ്നലോ കിട്ടാതെ പ്രയാസപ്പെടുന്നു പൈലറ്റ്. ആ പ്രയാസപ്പെടുന്ന പൈലറ്റിന് പെട്ടെന്ന് നിർദ്ദേശം വരികയും അദ്ദേഹം താഴെ ഇറക്കുകയും ചെയ്യുകയാണ്. ഒന്നും അറിയില്ല, എന്താ സംഭവിച്ചത് ഒന്നും നമ്മൾ അറിയില്ല. മഹാനായ മൗലാന്റെ മുന്നിലേക്ക് നമ്മളെല്ലാം കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ട് മൗലാന്റെ മുന്നിൽ പോയപ്പോ നേർക്ക് നേരം നോക്കിയിട്ട് ചിരിച്ചിട്ടു പറയാണ്, എവിടെയും മൗല ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടോ? എവിടെയും മൗല കൂടെയുണ്ടെന്ന് ബോധ്യപ്പെട്ടോ? അവിടെയും മൗലയാണ് ഒന്നും സംഭവിക്കാതെ പ്ലെയിനിനെ താങ്ങി നിർത്തിയത് എന്ന വെറും വാക്കല്ല, അനുഭവത്തിന്റെ വെളിച്ചം പറയുകയാണ്. കേൾക്കുമ്പോ പറയോ ത്വരീക്കത്തിന്റെ ടീം എന്തൊക്കെയോ വിളിച്ചു പറയാണ്. അനുഭവം പറയുമ്പോഴെങ്ങനെയാണോ വെറുതെയാവുക? ഏറെയൊന്നും പോകേണ്ടതില്ല. ഇങ്ങനെ അത്ഭുതങ്ങളെ കൊണ്ട് ലോകം കൈയാളിയ മഹാനായ മൗല തൻ്റെ ജീവിതം കൊണ്ട് തന്നെ ലോകത്തെ ഉറപ്പിച്ചിട്ടുണ്ട്. ആ ഉറപ്പിക്കലിന്റെ ഭാഗമാണ് ചെറിയ ഗ്രാമത്തിൽ ചെറിയൊരു സ്ഥാപനം തുടങ്ങി. ആ സ്ഥാപനം വലുതായി. മൗലാന്റെ പേരിൽ അവിടെ സൗദമുണ്ടാക്കി. മഖാമിന്റെ അടുക്കൽ ആരാരും വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ചെറിയൊരു സ്ഥലം വാങ്ങിയിട്ട് അവിടെയും വലിയ ബിൽഡിംഗ് എടുക്കുകയാണ്. ആകെ 4 മുറി കോട്ടേഴ്സ് മാത്രം ഉണ്ടായിരുന്ന ഇടമായിരുന്നു അത്. 4 മുറി മാത്രം
മാത്രമുള്ള കോട്ടേഴ്സ്. ആ കോട്ടേഴ്സിന്റെ പരിസരത്തൂടെ നമ്മളൊക്കെ മുത്തഅല്ലിമായ കാലഘട്ടത്തിൽ വെള്ളത്തിന് ക്ഷാമം വരുമ്പോൾ പുഴയിലേക്ക് കുളിക്കാൻ വേണ്ടി പോകാറുണ്ട്. അവിടെ കുളിക്കാൻ വേണ്ടി നമ്മൾ പോകാറുണ്ട്. അന്ന് നമ്മൾ കാണുന്ന കോട്ടേഴ്സാണ്. ആ കോട്ടേഴ്സ് അടങ്ങുന്ന സ്ഥലം മഹാനായ മൗല കച്ചവടമാക്കുകയാണ്. ആ കച്ചവടമാക്കിയ സ്ഥലത്ത് കുറ്റിയിട്ട് കൊണ്ട് ബൃഹത്തായ ബിൽഡിംഗ് പൊക്കുകയാണ്. ആ ബിൽഡിങ്ങിന്റെ വ്യാസം കണ്ടപ്പോ ഈ സ്ഥലത്താണോ ഇത്രയും വലിയ ബിൽഡിംഗ് എന്ന് ചോദിക്കുകയാണ്. അള്ളാഹുവിന്റെ മഹാന്മാർ അവരെ കൈയാണ് അള്ളാഹു താല ഭൂമി ഏൽപ്പിച്ചിട്ടുള്ളത്. അവർക്ക് ആവശ്യാനുസരണം വിശാലമാക്കാം. ഖുദ്രിയ നഗർ നിങ്ങൾ നോക്കൂ. ഇന്ന് പോയി ഖുദ്രിയ നഗർ നിങ്ങൾ നോക്ക്. ഖുദ്രിയ നഗറിൽ നമ്മൾക്ക് എണ്ണിയാൽ കൂടിയാൽ നമുക്ക് കിട്ടും ഒരു 2000 2500 കസാര ഇടാനുള്ള വ്യാപ്തി മാത്രമേ അവിടെ കാണുള്ളൂ. ആ സ്ഥലത്ത് സമാപന സമ്മേളനമാകുമ്പോ കസാര ഇട്ടാൽ മതിയാകാത്ത തരത്തിൽ വിശാലമാവുകയാണ്. എന്തൊരു അത്ഭുതമാണ് നടക്കുന്നത്. ഈ അത്ഭുതമാണ് പലരും വന്ന് നോക്കിക്കാണുന്നത്. മാത്രമല്ല മഹാനായ മൗല പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ സ്ഥാപനത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി വന്നു ചേർന്നാൽ, എന്റെ സ്ഥാപനത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടി വന്നു ചേർന്നാൽ, ആ കുട്ടി അങ്ങനെ പഠനം പൂർത്തിയാക്കുകയും ചെയ്താൽ, ആ കുട്ടിയെ മാത്രമല്ല ആ കുട്ടിയുടെ മാതാവിനെ, ആ കുട്ടിയുടെ പിതാവിനെ, ആ കുട്ടിയുമായി ആശ്രയിച്ച് ജീവിക്കുന്ന കുടുംബം ഏതൊക്കെയാണോ അവരെല്ലാം എൻ്റെ വരുതിയിൽ ഞാൻ സംരക്ഷിക്കുമെന്ന്, എല്ലാവരും ഞാൻ സംരക്ഷിച്ചു കൊണ്ടുപോകുമെന്ന്. അവിടെ പഠിക്കുന്ന കുട്ടിയെ കൊണ്ട് കിട്ടുന്ന നേട്ടമാണത്. ആർക്കും ആ ഓഫർ കൊടുക്കാൻ കഴിയൂല. സ്വന്തം കുട്ടിക്ക് പ്രയാസം അനുഭവിച്ചാൽ ആ പ്രയാസത്തിന് പരിഹാരം കൊടുക്കാൻ പ്രയാസപ്പെടുന്ന മുദരിസുമാർ സ്വന്തം കുട്ടികളെ അദബ് പഠിപ്പിച്ച്, മര്യാദ പഠിപ്പിച്ച്